രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നു. മല്ലികാർജ്ജുന ഖാർഗെ വിഷയം ഉന്നയിക്കുകയായിരുന്നു. അതിനിടയിൽ രാജ്യസഭയും പിരിഞ്ഞിരിക്കുന്നു. ലോക്സഭയും രാജ്യസഭയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരിക്കുന്നു. 12 മണി വരെ. 12 മണിക്ക് പേപ്പർ ലീക്ക് ബിൽ പരിഗണിക്കും സഭയിലെന്നാണ് അറിയുന്നത്. അതുവരെയും സഭ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് അതിക്രമത്തിൽ മറുപടി പറയണം എന്നതാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൂരമായ അതിക്രമം വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത്. ലോക്സഭ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാനുള്ള സ്പീക്കറുടെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായി. അതിനെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 12 മണി വരെയാണ് സഭ നിർത്തിവച്ചിരിക്കുന്നത്. പോലീസ് അതിക്രമമാണ് മല്ലികാർജ്ജുന ഖാർഗെ സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. അതിനിടയിൽ സഭ പിരിഞ്ഞിരിക്കുന്നു. പി ആർ സുനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. പി ആർ സുനിൽ, മറ്റൊന്നും സംഭവിക്കുന്നില്ല. സഭയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ സഭ ദില്ലി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പിരിയുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. മാധു, തീർച്ചയായും വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണം. ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തണം. ഇതായിരുന്നു 2 സഭകളിലും ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ആവശ്യം. ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി നടുത്തളത്തിലിറങ്ങിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഇത് ചോദ്യോത്തരവേളയാണ്. ചോദ്യോത്തരവേള നടത്താൻ അനുവദിക്കണം, ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കണം എന്ന നിലപാടാണ് സ്പീക്കർ ഓം ബിർള സ്വീകരിച്ചത്. മറ്റ് വിഷയങ്ങളൊന്നും ഈ ഘട്ടത്തിൽ പരിഗണിക്കാനാകില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കി. പ്രതിഷേധം ശക്തമായതോടെയാണ് പിന്നീട് ലോക്സഭ 12 മണിവരെ നിർത്തിവെച്ചത്. രാജ്യസഭയിൽ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വിഷയം ഉന്നയിച്ചത്. വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ചു, നിരത്തിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അതിക്രൂരമായാണ് വിദ്യാർത്ഥികളോട് പോലീസ് പെരുമാറിയത്, കേന്ദ്രസേന പെരുമാറിയത് എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു തുടങ്ങിയതും സഭ 12 മണിവരെ രാജ്യസഭയും നിർത്തിവെക്കുകയായിരുന്നു. അങ്ങനെ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെ അനുവദിക്കാതെ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനി 12 മണിക്കാണ് ഇരു സഭകളും സമ്മേളിക്കാൻ പോകുന്നത്. 12 മണിക്ക് ലോക്സഭയിൽ ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല് സർക്കാർ അവതരിപ്പിക്കും. ഏതായാലും അതിനോട് സഹകരിക്കുമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ചർച്ച ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ വലിയ വാക്പോര് തന്നെയായിരിക്കും പാർലമെന്റ് കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ ഒരുപക്ഷെ ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയും തള്ളാനാകില്ല. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭ 12 മണി വരെ നിർത്തിവച്ചിരിക്കുന്നു. രാജ്യസഭയും നിർത്തിവച്ചിരിക്കുന്നു.